നമസ്കാരം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ചെറുതായി വെടിവെച്ചു കൊന്നതിനാണോ ഹിന്ദു മഹാസഭയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് ചികിത്സയ്ക്ക് അയക്കണം എന്ന് പ്രസ്താവിച്ച സന്ദീപ്, ചില ആളുകളെ പൂർണ്ണമായി ചുട്ടെരിച്ചു കൊല്ലണം എന്ന് ആക്രോശിച്ച സന്ദീപ് വാര്യർ. ഇനി കോൺഗ്രസ്സുകാരനാണ് സന്ദീപ്. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളെ വിട്ട KPCC പ്രസിഡന്റിൽ നിന്ന് ഷോൾ വാങ്ങി ഗോൾവാൾക്കരെ താണുവണങ്ങി പൂവിട്ട് പൂജിച്ച സതീശൻ്റെ ആശീർവാദം വാങ്ങി സന്ദീപ് വാര്യർ താമര വെടിഞ്ഞ് കൈപിടിച്ചു. ഭാരത് ജോഡോ യാത്രയെ കണക്കറ്റ് പരിഹസിച്ച വാര്യർക്കെതിരെ ഒളിയമ്പെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. പഴയ പ്രേം നസീർ സിനിമയിലെ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന പോസ്റ്റിട്ട് ട്രോളി കെ മുരളീധരൻ. BJPയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് വ്യത്യാസമില്ല എന്ന് ഇടത് നേതാക്കൾ. വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഇനി സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ, ഉറച്ച BJPക്കാരനാണെന്ന് അവസാനം വരെയും പറഞ്ഞ, ഇതുവരെ BJP പുറത്താക്കിയിട്ടില്ലാത്ത സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് ബാധ്യതയാകുമോ? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീലിൽ മനം നൊന്ത് കോൺഗ്രസ് വിട്ടവരൊക്കെ പറഞ്ഞത് ശരിയാവുകയാണോ? സന്ദീപിൻ്റെ കോൺഗ്രസ് പാളയത്തിലേക്കുള്ള വരവ് ന്യായീകരിക്കാൻ കോൺഗ്രസിനും സന്ദീപിനും കഴിയുമോ? മതേതര രാഷ്ട്രീയം കൃത്യമായി വിശദീകരിക്കുന്ന ഡോക്ടർ സരിന് മുന്നിൽ വർഗീയതയെ പുണരുന്ന രാഹുൽ എന്ന പരാതി ഉയരുമോ? പടലപ്പിണക്കങ്ങൾ ദുർബലമാക്കിയ BJP ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ സന്ദീപിനെ കോൺഗ്രസിൽ അയച്ച് നേട്ടം കൊയ്യാമോ എന്ന് നോക്കുകയാണോ? ന്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ജന്മഭൂമി എഡിറ്റർ P. ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. എനിക്ക് തോന്നുന്നു അതിഥികളുടെ അഫിലിയേഷനിൽ ചെറിയ ഒരു പിശക് തുടക്കത്തിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അതിഥികളും പ്രേക്ഷകരും ശ്രദ്ധിച്ചെങ്കിൽ അത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഞാൻ അതിഥികളിലേക്ക് ഒന്ന് കടക്കുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഇന്നലെ വരെ ആ അഫിലിയേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പോകുന്നത്? കോൺഗ്രസ്സുകാരനായി എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്, മാറോട് ചേർക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. കോൺഗ്രസ്സിലെ എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണോ? താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? സന്ദീപ് വാര്യർ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെന്ത്, സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾ ഇന്നു മുതൽ അതൊക്കെ ന്യായീകരിക്കാൻ പോവുകയാണോ? അതിനുള്ള മറുപടി അതിനുള്ള മറുപടി ദേക്കേവാലം പറയുന്നുണ്ട്, കേട്ടാൽ മതി. ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ആ ട്രാൻസിഷൻ സ്റ്റേജിൽ ലേശ അപകടം ഉണ്ടാവും. അത് അങ്ങ് മാറിയാൽ നമ്പർ 1 നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോമ്പറേറ്റ് ആവും. സന്ദീപ് വാര്യര് ഗോവിന്ദൻ പറയുന്നു, കേട്ടോളൂ. താങ്കൾ ഈ പറയുന്നത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ അതാണോ നിങ്ങളുടെ ഉത്തരം? കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയെ അല്ല, ഞാൻ പറയുന്നതല്ല. എനിക്ക് AK ബാലൻ പറയുന്നതും MP ഗോവിന്ദൻ പറയുന്നതും ശ്രീ MP രാജേഷ് പറയുന്നതും ജനം കേൾക്കട്ടെ എന്ന് സന്ദീപ് വാര്യരെ കുറിച്ച് ഞാൻ എന്തിനാ മറുപടി പറയുന്നത്? അവർ 3 നേതാക്കൾ സന്ദീപ് വാര്യരുടെ മഹാത്മ്യം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്ക്. അല്ല, അത് കേട്ടതാണ്, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല, നമുക്കത് കേൾപ്പിക്കാം. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് അതല്ല. മഹാത്മാഗാന്ധി ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന കുറ്റത്തിനാണോ
ഹിന്ദു മഹാസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഘോരം കോൺഗ്രസിൻ്റെ വക്താവ് ചർച്ചയിലിരിക്കുമ്പോൾ വാദിച്ച ആളാണ് സന്ദീപ് വാര്യർ. സോണിയാഗാന്ധിയെ ഇറ്റാലിയൻ മദാമ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ്, വയനാട് MP മിസ്സിംഗ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് ചികിത്സയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് നാളുകളായിട്ടില്ലാത്ത ആ അവസ്ഥയിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. തുടർന്ന് ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തരാം. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ഏത് തരത്തിൽ, താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ AK ബാലൻ പറഞ്ഞതും ഗോവിന്ദൻ മാഷ് പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാകും. കോൺഗ്രസിന് ഇത് ഗുണം ചെയ്യുന്നത് എങ്ങനെ? അതാണ് ചോദ്യം. അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. കഴിഞ്ഞ 6 വർഷം മാത്രം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരു മഹാൻ പിണറായി വിജയനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് പാലക്കാട് മത്സരിക്കുന്നത്. ലാലിന് തർക്കം വല്ലതും ഉണ്ടോ? ഉണ്ട്. പിണറായി വിജയനെക്കുറിച്ച്, റിയാസിനെക്കുറിച്ച്, പിണറായി വിജയന്റെ മകളെക്കുറിച്ച് അശ്ലീലം മാത്രം വാരി വിളമ്പിയിരുന്ന ഒരാളെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഒരു ഉളുപ്പും തോന്നിയില്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് അവകാശം അങ്ങനെ ഒരു അനാവശ്യവും കേൾക്കൂ. ലാലെ തടസ്സപ്പെടുത്താതെ ലാലെ ഇത് കൈരളി ചാനലാണെന്നും ലാലാണെന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി CPM-ന്റെ പാർട്ടി മെമ്പറാണോ? CPM എന്ന് പറയുന്ന പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും എത്രത്തോളം തേജോവധം ചെയ്തിട്ടുള്ള ആളാണ് പാലക്കാട് മത്സരിക്കുന്നത്? ആ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിലവിൽ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. ഉത്തമ കേഡറാണ് സന്ദീപ് വാര്യർ, ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വരട്ടെ എന്ന് സർവാത്മന സ്വാഗതം ചെയ്ത AK ബാലൻ കാത്തു സൂക്ഷിച്ചൊരാ കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാലിളകിയിട്ട് കാര്യമൊന്നുമില്ല. അയാൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞെടുത്ത നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അവിടെയാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അവിടെയാണ്. സരിൻ എന്ന് പറയുന്ന ഡോക്ടർ സരിൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങൾ 6 വർഷമെങ്കിൽ 6 വർഷം കോൺഗ്രസ്സുകാരനായിരുന്ന ആ സരിൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളും BJP-യും തമ്മിലുള്ള ആ ബന്ധത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് CPM-ലേക്ക് അല്ലെങ്കിൽ ഇടത് സ്വതന്ത്രനായി വരുന്നത്. ഇപ്പുറത്ത് സന്ദീപ് വാര്യർ പച്ച വർഗീയതയാണ് പറഞ്ഞത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് അയക്കണമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹം ഇതുവരെ ഈ പറഞ്ഞ വെറുപ്പൊക്കെ വിദ്വേഷമൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാളെ സരിനുമായി നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി BJP-യുടെ പടിവാതിൽക്കൽ പോയി സീറ്റിന് കാല് പിടിച്ച് അപേക്ഷിച്ച് ആ പാർട്ടിയുടെ സീറ്റ് കിട്ടാഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് അഭയം തേടിയ ഒരു അവസരവാദിയെയും തനിക്കൊന്നും വേണ്ട, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെകുത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണം, ആ ചെകുത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് നല്ലത്, എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട, അൺകണ്ടീഷണലായി ഒരു ഉപാധികളുമില്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ഒരാളെയും എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? ഒരു സ്ഥാനം തേടി വരുന്നവരെയും ഒരു നിർണായക ഘട്ടത്തിൽ അയാൾക്ക് നിലനിൽപ്പിന് വേണ്ടി അയാൾ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രങ്ങൾ അയാളെ സംരക്ഷിച്ചില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, അയാൾ വിശ്വസിച്ച പ്രസ്ഥാനവും സഹപ്രവർത്തകരും അയാളെ സംരക്ഷിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, സ്നേഹമുള്ള ഒരു കട തുറന്നു വെച്ചിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്തളങ്ങളിലേക്ക് ഒരാൾ വരുന്നു, അഭയം തേടി വരുന്നു, ഞങ്ങൾ സംരക്ഷിക്കും. വർഗീയത എന്ന് പറയുന്നത് അതിനുവേണ്ടി ഇന്ത്യയിൽ വീഴുന്ന ഓരോ ആളുകളും ദേശീയവാദിയാണെന്നും അത് പഠിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യണ്ടേ? നാളെ ലാലു വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമല്ലോ. ഈ മനസ്സിലായി താങ്കൾ പറയുന്നത് മനസ്സിലായി. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോഴും ഈ BJP പുറത്താക്കിയിട്ടില്ലാത്ത ഒരാളാണ്. ആ BJP-ക്കാർക്കൊരു ദേഷ്യവുമില്ലാത്ത അദ്ദേഹം അവിടെ വന്ന് കോൺഗ്രസിൽ വന്ന് വലിയ സീറ്റുകൾ നേടി ഇനി നാളെ തിരിച്ചു വരാനുള്ളതാണെന്നൊരു ബോധ്യം അവർക്കുണ്ട്. കോൺഗ്രസ് പോയ സന്ദീപ് വാര്യരെ ഇതുവരെ BJP പുറത്താക്കിയിട്ടില്ല. രണ്ടാമത്തത്,
ഇന്നലെ വരെ മാധ്യമങ്ങളോട് സന്ദീപ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും BJP-കാരനാണ്, BJP-യിൽ ആ പ്രത്യയശാസ്ത്രത്തോട് കള്ളത്തരം കാണിക്കുന്നു ബാക്കി സുരേന്ദ്രനും കൂട്ടുകാരും എന്നാണ് സന്ദീപ് വാര്യരുടെ ആരോപണം. അതായത് കടുത്ത RSS BJP-കാരനായ സന്ദീപ് വാര്യർക്കൊപ്പം എത്തുന്നില്ല സുരേന്ദ്രൻ എന്ന വാദം പറഞ്ഞ് കോൺഗ്രസിലേക്ക് വരികയാണ്. BJP-യേക്കാൾ കടുത്ത RSSന്റെ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണോ അതിൻ്റെ അർത്ഥം? എൻ്റെ ലാല് വൃഥാ വ്യായാമം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു ജീവിയുണ്ട് കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോയിട്ട് കാര്യമില്ല. ലാലെ ഇത് കിട്ടിയ ചെകിട്ട തടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്, ചെകിട്ട തടി. ഉത്തമ സഖാവാക്കാൻ സന്ദീപ് വാര്യർക്ക് ചുവന്ന പരവതാനി വിരിച്ച് കാത്തിരുന്ന നിങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയാണ്. മർക്കടസ്യ സുരോവരം മധ്യേ മൃച്ചിക ദംസനം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്, മനസ്സിലായില്ലേ? കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാലാത്ത അവസ്ഥ, അതാണിപ്പോൾ CPM-ൻ്റെ അവസ്ഥ. കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാലത്തെ അവസ്ഥ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്ത് സമീപനം എടുക്കുന്നതെന്നോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലുമില്ല. കാലത്തിൻ്റെ ചോരെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ. നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾക്കറിയാം അവിടെ 3-ാം സ്ഥാനത്താണ് നിങ്ങളെന്നറിയാം. നിങ്ങൾക്കൊരു ബലിക്കോഴി വേണമായിരുന്നു, മനസ്സിലായില്ലേ? അതിന് കിട്ടിയ ഒരാളാണ്. ചിഹ്നത്തിൽ മത്സരിച്ച് ഇനി 3-ാം സ്ഥാനത്ത് പോയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ വേറൊരാളുണ്ട്. താങ്കൾ വല്ല കവിതയൊക്കെ ചൊല്ലിയല്ലോ, താങ്കൾ വലിയ പകല് വാഴും പെരുമാളിൻ എന്താണ് സാമ്രാജ്യം, എന്താണ് രാജ്യഭാരം ഇനി എത്ര നാഴിക എന്ന് ചോദിച്ചത് 15 നാഴിക മാത്രം എന്ന് ചോദിച്ചത് ആരാണ്? ഭയം 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 എന്ന ഞാൻ എന്ന ഭാവങ്ങളെ ആരാ ചോദിച്ചത്? എൻ്റെ ലാലെ ഒരു കാര്യം ലാലിനറിയാമല്ലോ, നമ്മൾ തമ്മിൽ വെറുതെ പിണങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആദ്യമായി പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി പോകുന്ന ആളല്ലല്ലോ സന്ദീപ് വാര്യർ, ആണോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെൽവരാജ് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടി വന്നില്ലേ? ഡോക്ടർ KS മനോജ് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടി വന്നില്ലേ? ശിവരാമൻ വന്നതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടാവും, പഴയ ഒറ്റപ്പാലം MP. അങ്ങനെ എത്രയോ പേര് വന്നു. അബ്ദുള്ളക്കുട്ടി വന്നില്ലേ? ഞങ്ങൾ MLA ആക്കിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അയാൾ പാർട്ടി വിട്ടുപോയില്ലേ? അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ താൻ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചിട്ടും അതിന് മൂല്യമില്ലെന്ന് തോന്നുകയും നിൽക്കുന്ന പ്രസ്ഥാനത്തുനിന്ന് സംരക്ഷണമില്ല, അതൊരു ചെകുത്താൻ കോട്ടയാണ് എന്ന് തോന്നുകയും തിരിച്ചറിയുമ്പോൾ വെറുപ്പിൻ്റെ കൂടാരത്തിൽ നിന്നും പുറത്തു വന്ന് ഒരു നല്ല സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യമുള്ള സ്നേഹമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ DNA ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യേണ്ടത്. കോൺഗ്രസിന്റെ DNA ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ കാണുന്ന നിമിഷത്തിൽ മാത്രമാണ്. സ്വാഗതം ചെയ്യും. താങ്കളുടെ സഹപ്രവർത്തകൻ എന്ത് ചെയ്യും? അല്ല, താങ്കളുടെ സഹപ്രവർത്തക എന്തിയെ? താങ്കളോടൊപ്പം ഈ ഡിബേറ്റുകൾ നിയന്ത്രിച്ചിരുന്ന സഹപ്രവർത്തക എന്തിയെ? അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയി, അവർ വേറൊരു ജോലിക്ക് പോയി. അത് ശരി. അപ്പോ നിങ്ങൾക്ക് സൗകര്യമുള്ള വേറൊരു ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകും. സന്ദീപ് വാര്യർ ഇപ്പൊ ശമ്പളം തേടി വന്നതാണ്. ഇതിനേക്കാൾ നല്ല ശമ്പളം കിട്ടിയാൽ സന്ദീപ് വാര്യർ വേറെ പോകും. ഇതാണ് ശമ്പളം മാത്രമല്ല. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സന്ദീപ് വാര്യരെ നിങ്ങൾ നോക്കിയല്ലോ, MP രാജേഷ്, അതുപോലെ തന്നെ AK ബാലൻ, MP ഗോവിന്ദൻ എല്ലാം നോക്കിയല്ലോ. അതൊരു വാദത്തിന് വേണ്ടി താങ്കളോട് സമ്മതിച്ചാൽ MP രാജേഷും AK ബാലനും ഒക്കെ അവർ പറഞ്ഞിടത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം അംഗീകരിച്ചു വരുന്ന ഒരാളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകാത്ത സന്ദീപ് വാര്യരെ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞ് കയറ്റിയില്ല. നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ തള്ളി. അപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ലാലെ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ്. 10 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ 8 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനൊരു പാർട്ടിയിലേക്ക് സ്ഥാനവും മാനവും നോക്കി ഒരാൾക്ക് വരാൻ കഴിയില്ല. വരാൻ കഴിയുമോ? ലാഭം നോക്കി വരാൻ കഴിയുമോ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തോറ്റു നിൽക്കുന്നവരാണ്. ആ തോറ്റു നിൽക്കുന്ന കൂടാരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ ഒരാൾ വരുമ്പോൾ അധികാരം നോക്കിയല്ല വരുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ കൂടെ
ഞങ്ങളെ വിശ്വസിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ അടിവേരുകളിൽ ഇഴുകിച്ചേർന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ആര് വരുന്നു സാർ? നിങ്ങളുടെ അടുത്തേക്ക് ഇന്നലെ വരെ ആളുകൾ നിങ്ങളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഒരു സന്ദീപ് വാര്യർ വർഗീയത ഇങ്ങനെ ആഘോഷിച്ചു നടന്ന ഒരു സന്ദീപ് വാര്യറാണ് ഇന്ന് രാവിലെ വന്നത്. അതിനാണോ നിങ്ങൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത്? ഞാൻ വരാം, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തേക്ക് വരാനിരുന്ന സന്ദീപ് വാര്യരെ കുറിച്ചാണ് ഇപ്പോ ഈ രീതിയിൽ പറയേണ്ടി വരുന്നത് എന്നാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഇപ്പോൾ പറയുന്നത്. അനിൽ ബോസ് ആഘോഷിക്കുന്ന ആ ഒരു എംപിമാർ വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചില്ലേ, MLA-മാർ വന്നപ്പോൾ ഞങ്ങൾ ശരി ലാൽകുമാറിനോടാണ് ചോദിക്കുന്നത്. ലാൽകുമാർ, അനിൽ ബോസ് പറയുന്ന രീതിയിൽ കോൺഗ്രസിന് ആഘോഷിക്കത്തക്കവണ്ണമുള്ള ഒരു കടന്നുവരവാണോ ഇന്ന് സന്ദീപ് വാര്യരിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടായത്? നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാം. ഇതിനകത്ത് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് അല്ലേ? കേൾക്കാം. കേൾക്കില്ലേ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ ലാൽകുമാർ, പറഞ്ഞോളൂ, കേൾക്കാം. നോക്കൂ, ഒരാള് ഒരു പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. ആ സ്വീകരിക്കുന്ന പ്രസ്ഥാനം വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കണോ അതല്ലാതെ സ്വീകരിക്കണോ എന്നുള്ളത് വളരെ ചോയ്സാണ്. അത് അവരുടെ ചോയ്സാണ്. ഇപ്പൊ നോക്കൂ, ഈ ചർച്ചക്കകത്ത് അനിൽ ബോസ് എപ്പോഴും എല്ലായ്പ്പോഴും കോൺഗ്രസ് ആണ്. അദ്ദേഹം സന്ദീപ് വാര്യരെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന അനിൽ ബോസ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിന്റെ മുഖമാണ്. ആ മുഖത്തിന് പറയേണ്ട രീതിയിലല്ല കെ മുരളീധരൻ ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. കെ മുരളീധരന് യഥാർത്ഥത്തിൽ ഈ പൊടുപ്പിൻ തൊങ്ങലൊക്കെ വെച്ച് യഥാർത്ഥത്തിൽ സതീഷിനെ ഒന്ന് കുത്തുന്ന രീതിയിൽ, എന്നാൽ ഒരു അൺഹാപ്പിനെസ് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് അല്ലേ? നാളെ രാവിലെ അപ്പുറത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേറൊരിടത്തേക്ക് പോകരുത് എന്നുള്ള ഒരു വാർണിംഗും കൂടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന വളരെ കോഡിയലായിട്ട് ചാനൽ ചർച്ചയിൽ പ്രതിരോധിക്കാൻ വരുന്ന ഒരാൾ പറയുന്നത് പോലെ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൻ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അത് അനിൽ ബോസ് പറയുന്ന അഭിപ്രായം നമുക്ക് അദ്ദേഹത്തിനായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അതുപോലെ അല്ല എല്ലാവരും. അനിൽ ബോസ് പാർട്ടിയുടെ വക്താവായതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അനിൽ ബോസ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തനി കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാം. ഞാനത് അനിൽ ബോസ് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാം. ഒച്ചയെടുക്കാനൊന്നും വയ്യ, പഴയ രീതിയിലുള്ള ചർച്ചാ സംവിധാനത്തിൽ പോയി അലയ്ക്കാനൊന്നും വയ്യ. അതുകൊണ്ടാണ് ഞാൻ പെതുക്കെ പറയാമെന്ന് പറയുന്നത്. കാര്യം അത്രയും അരോചകമായി മാറിയിരിക്കുന്നു പല ചാനൽ ചർച്ചകൾ. ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ അനിൽ ബോസ് പറഞ്ഞ എന്താ, സരിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളെയും ഒക്കെ അശ്ലീലം പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഇപ്പുറത്ത് സ്വീകരിച്ചതെന്ന് പറയുന്നു. എന്റെ ചോദ്യം അനിൽ ബോസിനോട്, അദ്ദേഹം അപ്പുറത്തിരുന്ന് അശ്ലീലം പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പുറത്ത് നിന്നല്ലല്ലോ അശ്ലീലം പറഞ്ഞത്, അപ്പുറത്ത് നിന്നല്ലേ. വളരെ മോശമായ കാര്യങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിന്ന് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യമുണ്ടായി? അദ്ദേഹം വളരെ മോശം കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് ചെയ്യരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു നിർത്തിയില്ല? നിങ്ങൾ സമാധാനമായി നിന്ന് സംസാരിക്കുന്ന, വളരെ നോൺ വയലന്റ് ആയിട്ടുള്ള ഗാന്ധിയൻ ആദർശം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പൊ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ മുഖ്യമന്ത്രിയെ മോശമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു വാദം അവർക്ക് ഇപ്പൊ വന്നതാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവരെല്ലാം കൈയടിച്ചവരാണ്. അപ്പൊ ആ കൈയടിച്ച ആൾക്കാര് കൈയടിച്ചവരാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെക്കാട്ടിലും മോശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അനിൽ ബോസ് കൈയടിച്ചു എന്നൊരു വാദം അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അനിൽ ബോസ് വളരെ വ്യക്തിപരമായി എനിക്ക് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും പറയുന്ന ഈ ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നതും മോശം പറയുന്നതിനോട് എതിര് പറയുന്ന ഒരാളുമാണ്. അതും ഞാൻ സൂചിപ്പിക്കണമല്ലോ. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ, പല ആൾക്കാരും ഇതിന് സരിൻ ബ്രോ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഒന്നത്. രണ്ട്, സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നോക്കൂ, കോൺഗ്രസിൽ നിന്ന് വിട്ട് BJP-യിൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചെല്ലുന്നതിന് നമുക്ക് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. കോൺഗ്രസിനെ സ്വീകരിക്കണോ BJP-യിൽ നിന്ന് പോകണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്.
പക്ഷേ ഈ ചോയ്സിനകത്ത് പോലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖല എന്താണ്? എന്ത് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആശയപരമായി ഒരു കാരണവശാലും BJP ഇപ്പോഴും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തള്ളിപ്പറഞ്ഞത് സുരേന്ദ്രനെയാണ്. സുരേന്ദ്രനെയോ അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെയോ ആണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. BJP എന്ന വർഗീയത പറയുന്ന അല്ലെങ്കിൽ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ആശയം ആ ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ടേ വിട്ടുകൊണ്ടിരിക്കുന്ന ആ സംവിധാനത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ്. അതെ, രാഹുൽ ഗാന്ധിയെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അല്ലെ, ഞാനൊന്ന് പറയട്ടെ. RSSൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അത് ഉപേക്ഷിച്ചിട്ടാണ് വരുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് വരിക മാത്രമല്ല, അതിനെ തള്ളിപ്പറയേണ്ട ജോലിയും കൂടി ഉണ്ട്. അദ്ദേഹം ഒരു നേതാവ്. നോക്കൂ, നാളെ അനിൽ ബോസ് CPIM ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. അനിൽ ബോസ് CPIM ജോയിൻ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നും പറയില്ല നമ്മൾ ചിലപ്പോൾ. കാര്യം എന്താ? അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന സോക്കോൾഡ് മതനിരപേക്ഷ പാർട്ടിയിൽ നിന്ന് വരുന്നതാണ്. അനിൽ ബോസ് ഒരിക്കലും ഈ നാട്ടിൽ വർഗീയത പറഞ്ഞിട്ടില്ല. മറ്റുള്ള ആൾക്കാരെ ടയറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ മോശം പരാമർശം നടത്തി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരല്ല ഈ കോൺഗ്രസിൽ നിന്ന് CPIMലേക്ക് വരുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനം സരിനും നടത്തിയിട്ടില്ല. സരിൻ നോക്കൂ, സരിൻ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ളത് മാറ്റിവെച്ചാൽ സരിൻ ഈ നാടിനെ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയമായി ഈ സംസ്ഥാനത്തിന് ഒരു മോശം കാര്യം സംഭവിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടില്ല. അതാണ് അവിടുത്തെ കാതലായ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. പക്ഷെ അങ്ങനെ വർഗീയമായി വ്യക്തമായി പറയുകയും ഇപ്പൊ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച കാര്യം വേണമെങ്കിൽ നമുക്ക് പൊറുക്കാം. കാര്യം രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചത് ഒരാൾക്ക് പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാദം എനിക്കില്ല. കാര്യം രാഹുൽ ഗാന്ധിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാൻ പറ്റുമെങ്കിൽ ഒക്കെ ശരിയാണ്. ഇന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പം ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ കണ്ട ബൈറ്റുകളിൽ അദ്ദേഹം BJPയുടെ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വമാണല്ലോ, ഹിന്ദുത്വം എന്ന വാക്കാണ് BJP എപ്പോഴും ഉയർത്തുന്നത്. ആ പദം എപ്പോഴേലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? സന്ദീപ് പറയുകയാണ് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഈ നാടിന് ആപത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. RSSന്റെ ഈ പറയുന്ന നയങ്ങളെ എതിർത്തിട്ടുണ്ടോ? ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയിലൊന്നായിരുന്നു ഗുജറാത്ത് കലാപം, തള്ളി പറഞ്ഞോ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ചോദ്യം ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. പോരാത്തതിന് ലാൽകുമാർ മുസ്ലിം ലീഗിനെതിരെ കടുത്ത തീവ്രമായ മുദ്രാവാക്യങ്ങൾ ഉള്ള പോസ്റ്റ് ഇട്ട ആളാണ് നാളെ പാണക്കാടേക്ക് പോകുന്നത്. അതെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തള്ളിപ്പറയാതെ ഇപ്പുറത്തൊരാൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അത് ഞാൻ പറയുന്നത് CPIMലേക്കാണ് അദ്ദേഹം വരുന്നിരിക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞല്ലോ ബാലൻ നോക്കിയിരുന്നു, അല്ലെ ഗോവിന്ദമാഷ് നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയിരുന്നു എന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞ അത് ഫോർ എ പോയിന്റ് നമുക്കത് നോക്കാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് അദ്ദേഹം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് കൃത്യമായി ഈ പറയുന്ന RSSനെയും BJPയെയും തള്ളിപ്പറയാതെ ഒരു കാരണവശാലും ഇപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതേ സ്ഥാനത്ത് RSSനെയോ BJPയെയോ തള്ളിപ്പറയാതെ കോൺഗ്രസിൽ നിൽക്കാമെന്ന് ഇതുവരെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കാര്യം സതീഷിനെ സംബന്ധിച്ചിടത്തോളോ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളോ ഇദ്ദേഹം RSSനെയോ BJPയോ തള്ളിപ്പറയണമെന്ന് നിർബന്ധമില്ല. അവിടുത്തെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് വരുന്നു, അവിടെ ശരിയല്ല എന്ന് പറയുന്നു. അത് എങ്ങനെ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് മോശം അനുഭവം ഉണ്ടായി. അതാണ്, ആശയം മോശമാണെന്നുള്ളത് കൊണ്ടല്ല. അദ്ദേഹത്തിന് അവിടെ സ്ഥാനം കിട്ടിയില്ല, അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നു. നോക്കൂ, ഞാൻ CPM കാരനാണ്. എനിക്ക് എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്നോട് മോശമായ ഒരു പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ലോക്കലിലുള്ള ഒരാൾ എന്നോട് മോശമായി പെരുമാറിയ ഉടനെ മാറുന്നതാകാൻ പാടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മാറി നിൽക്കുമായിരിക്കും. അപ്പോഴേ അതിനും ഞാൻ കോൺഗ്രസിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയേണ്ടത് കോൺഗ്രസിന്റെ ആശയം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഞാൻ പറയുന്നത്. അതിന് പകരം ഇവിടുത്തെ ലോക്കലിലുള്ള ഒരാൾ എനിക്ക് സ്ഥാനമാനം തന്നില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോവുകയാണെങ്കിൽ അതൊരു എന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒരു വലിയ വിള്ളലുണ്ടെന്നാണ് ഞാൻ വരാം. അടുത്ത റൗണ്ടിലും കൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അനിൽ ബോസിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്കിലേക്ക് കൂടെ ഒന്ന് പോട്ടെ. ശ്രീ പി ശ്രീകുമാർ, ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്, അനിൽ ബോസ് പറഞ്ഞതൊക്കെ താങ്കളിപ്പോൾ കേട്ടല്ലോ. എന്താണ് അദ്ദേഹം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരാനിടയായ കാരണം എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണോ അഡ്വക്കേറ്റ് അനിൽ ബോസ് വിശദീകരിച്ചത് എന്നുള്ളത് താങ്കൾക്കും നിരീക്ഷിക്കാം.
വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. BJP-യെക്കുറിച്ച്, RSS-നെ കുറിച്ച്. എന്താണ്, അതൊക്കെയാണോ ശരി? അദ്ദേഹം പുറത്തു വന്നതിൻ്റെ കാരണം അതാണോ? ഇപ്പോൾ വെറുപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോകുന്നു. പണ്ട് മാധവിക്കുട്ടി മതം മാറി ഇസ്ലാം ആയപ്പം അന്ന് P. പരമേശ്വർജി ഈ ജനസംഘത്തിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഭാരതീയ വിചാരത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടിംഗ് ഉണ്ട്. അന്ന് ഈ കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ചപ്പം സംഘപരിവാറിലുള്ള ആൾക്കാരും അതുപോലെ അങ്ങനെ വിശ്വ പരിഷത്ത് അങ്ങനെയുള്ള സംഘടനകളൊക്കെ അവർക്കെതിരെ വളരെ രൂക്ഷമായി ആക്ഷേപം ഉന്നയിക്കുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ പരമേശ്വർജി അത് ഒറ്റ വാക്കുകൊണ്ട് അത് നിർത്തി. അദ്ദേഹം പറഞ്ഞത് കമലാസുരയ്യ ഇസ്ലാം രക്ഷിക്കട്ടെ എന്നാണ്. അല്ല മുസ്ലിം മതത്തെ ഇസ്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നൊരു ഡയലോഗ് പറഞ്ഞു. കാരണം കമലാസുരയ്യ ഇസ്ലാം ആയതുകൊണ്ട് ആ ഇസ്ലാം മതത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ്. അതേ ഒരു സമാനമായ ഇതേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിനെ ദൈവം രക്ഷിക്കട്ടെ. ഈ സന്ദീപ് വാര്യർ പ്രത്യേകിച്ച് ഇപ്പം അങ്ങോട്ട് പോയതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം കിട്ടുകയോ BJP-ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുകയോ CPM-ന് എന്തെങ്കിലും പരിക്ക് പറ്റുകയൊന്നും ചെയ്യത്തില്ല. നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം അറിയാമല്ലോ. ഇദ്ദേഹം ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? പ്രത്യേകിച്ച് ലാലിനൊക്കെ അറിയാം. BJP പോലുള്ള ഒരു കേഡർ പ്രസ്ഥാനം. ഇപ്പോൾ CPM-ൻ്റെ ആയാലും ഇപ്പോൾ സരിൻ വന്നുകൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയൊന്നും ജനങ്ങൾ പെട്ടെന്ന് മാറി ഓട്ടി ഒരു ഓളം ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞു. അതായത് ഈ സന്ദീപ് വാര്യർ BJP-യിലേക്ക് പോയതുകൊണ്ട് വലിയ വ്യത്യാസം അല്ല, കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമുക്കറിയാമല്ലോ സന്ദീപ് വാര്യർ ആദർശത്തിൻ്റെ പേരിലൊന്നും അല്ലല്ലോ പോയത്. നിങ്ങളെല്ലാം ഇവിടെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു ആദർശം RSS-ൻ്റെയോ അല്ലെ BJP-യുടെയോ ആദർശം ഉൾക്കൊള്ളാൻ മടിച്ചൊന്നും പോയതല്ലോ. അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നാളും പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP-യിൽ നിന്നൊരു അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച അല്ലെ അദ്ദേഹം പ്രതീക്ഷ എന്തോ കാര്യങ്ങളോ കിട്ടിയില്ല, ഒരു പരിപാടിയിൽ കസേര കിട്ടിയില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാമെന്നുള്ള ഒരു താല്പര്യം കാണുമായിരിക്കാം, അത് കിട്ടിയില്ല. അങ്ങനെ തികച്ചും വ്യക്തിപരമായ ഒരു ഇൻസൾട്ടിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരികയോ ചെയ്തുകൊണ്ട് BJP നേതൃത്വത്തോട് അദ്ദേഹത്തിൻ്റെ പിണക്കം, അല്ലാതെ ആദർശവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ പിണക്കമുള്ളപ്പം തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് സരിനെ പോലെ ഇദ്ദേഹം കൂടെ ഞങ്ങളുടെ വരണമെന്ന് വളരെ ആഗ്രഹിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു കെട്ടിക്കിടന്നു. അപ്പോഴും അദ്ദേഹം ഞാനിപ്പോഴും BJP തന്നെയാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? അവസാന നിമിഷത്തിൽ അവർ ലോട്ടറി അടിച്ച പോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനം കിട്ടാമെന്ന്. CPM-ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ലായിരുന്നു. അദ്ദേഹം വർഗീയത വിട്ട് വന്നിട്ടില്ല. അദ്ദേഹം കടുത്ത രീതിയിൽ തന്നെ BJP-ക്കൊപ്പം നിന്നു. ഇല്ല, അദ്ദേഹം ഈ BJP-യോട് പിണക്കം കാണിച്ചു കഴിഞ്ഞ് നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വർഗീയതയും ഒന്നും വിടാനൊന്നും പോയില്ല. എല്ലാവരും ഈ CPM-ൻ്റെ എല്ലാവരും ആഗ്രഹിച്ചു അദ്ദേഹം വരട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പല രീതിയിൽ സമീപിച്ചായിട്ട് നമ്മളെല്ലാം വാർത്ത കണ്ട് സമീപിച്ചതല്ല, പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇടയിലോട്ട് കിട്ടിയാൽ ഞങ്ങൾ നല്ല മിനിക്ക് എടുത്ത് നല്ല കേഡറാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് വർഗീയതയെ തള്ളി പറഞ്ഞില്ലെങ്കിലും അല്ല, നിങ്ങളൊക്കെ ഈ അരുണൊക്കെ ഈ ലാലൊക്കെ മറ്റേ ഒക്കെ പറയുന്നത് ഈ BJP-യോ അല്ലെങ്കിൽ RSS ഒക്കെ ആരെയാണ് കൊല്ലാൻ വേണ്ടി കയറുമായിട്ട് നടക്കുന്നത്? വെറുതെ അങ്ങ് പറയാണ്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആരെയാണ് കയറുമായിട്ട് നടക്കുന്നത് കൊല്ലാൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നിരോധിക്കേണ്ട സുഹൃത്തേ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുകയാണ് അത് കയറുമായിട്ട് നടക്കുന്ന, വർഗീയ പ്രസംഗിച്ച് നടക്കുന്ന. ആരാണ് വർഗീയത പ്രസംഗിച്ച് നടക്കുന്നത്? സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായി എവിടെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ അകത്താകും ഇന്നത്തെ ഇന്ത്യയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട്. ഒരാളെ കൊല്ലാൻ വേണ്ടി അകത്താകാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്താ സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അകത്താകാതിരുന്നത്? അത് നിങ്ങളല്ലേ ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഒരു വർഗീയതയും പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അയാളെ അകത്താക്കണം. അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായ സന്ദീപ് വാര്യർ ഇത്രയും നാളും കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത് വർഗീയത പരത്തിക്കൊണ്ട് നടന്നിട്ട് ഇതുവരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അകത്താകാത്തതിന് ലാൽ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കുക എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ആക്കിയില്ലെന്ന്. അപ്പോൾ അത് വെറുതെ നമ്മൾ പറയുമ്പില്ലേ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണല്ലോ. BJP-യുടെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് അയക്കണം, ഈ പറയുന്ന സോണിയാഗാന്ധി ഇറ്റലിയിലെ മദാമയാണ് എന്നൊക്കെ പറഞ്ഞ ഇത്തരത്തിലുള്ള ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. മുസ്ലിം ലീഗിനെതിരായി വളരെ തീവ്രമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം BJP പറയിച്ചതാണ് എന്നാണ് പറഞ്ഞത്.
അല്ലല്ല സോണിയാഗാന്ധി മദാമയാണെന്ന് പറഞ്ഞത് വേറെ നേതാക്കന്മാരിവിടെ ഉണ്ട്. കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ മദാമയാണെന്നും ഈ അലുമിനിയം മറ്റേ പട്ടേലാന്നൊക്കെ പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു രാഷ്ട്രീയ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ ഒരു കാര്യം പറഞ്ഞൊന്നും പറഞ്ഞ് അത് വലിയ സംഭവമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇയാൾ വന്നിരുന്നെങ്കിൽ, സന്ദീപ് വാര്യർ വന്നെങ്കിൽ എന്തോ മഹാൻ, ഇപ്പം കോൺഗ്രസിലോട്ട് പോയപ്പോൾ എന്തോ കുഴപ്പം, എവിടെ പോയാലും ബി ജെ പിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആരെല്ലാം ഏതെല്ലാം പാർട്ടിയിൽ എങ്ങനെയെല്ലാം വന്നിരിക്കുന്നു. അവർക്ക് പൊളിറ്റിക്കലി ഒരു ബില്ലുണ്ടെങ്കിൽ, അവർക്ക് പൊളിറ്റിക്കലി ഒരു പവർ ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകും. അല്ലാത്തവരൊക്കെ പാർട്ടി മാറിക്കൊണ്ടൊന്നും ഒരു പ്രാവശ്യം സ്ഥാനം കിട്ടും. അതിനപ്പുറം ഒന്നും കേരളത്തിലെ സമൂഹമൊന്നും അങ്ങനെ പാർട്ടി മാറി വരുന്നവരെയൊന്നും കെട്ടിപ്പുടർന്ന് ആശ്ലേഷിച്ച ചരിത്രമില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ബി ജെ പിയിലേക്ക് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്. പാർട്ടി മാറി വന്നവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഞാനതാ പറഞ്ഞ അങ്ങനെ വരുന്നവർക്കൊന്നും വലിയ അവരുടെ ആശയം അവരിതിനോടൊപ്പം ലയിച്ച് ചേർന്ന് പോവുകയാണെങ്കിൽ മുന്നോട്ട് പോകാം. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ എല്ലാ രാഷ്ട്രീയത്തോടും ലയിച്ച് ഇന്നലെ വരെ അദ്ദേഹം ബി ജെ പിയോ ആർ എസ് ആയിരുന്നു, നാളെ മുതൽ ലയിച്ച് പോവുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട് പോട്ടെ, അദ്ദേഹത്തിന് അങ്ങ് വിടും. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഒരു അംബീഷനുള്ള ആളാണെങ്കിൽ കോൺഗ്രസ് ഇന്നുകൊണ്ട് അത് നേടട്ടെ. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഏറ്റവും കൂടുതൽ ലയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് നിൽക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പക്ഷത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ അത്ര എളുപ്പമല്ല. വർഗീയതയെ തള്ളിപ്പറയണം, RSSനെ തള്ളിപ്പറയണം, BJPയെ തള്ളിപ്പറയണം, മോദിയെ തള്ളിപ്പറയണം. ഇതെല്ലാം സംഭവിച്ചാലല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു പക്ഷത്തേക്ക് പോകാൻ പറ്റില്ല. CPM ആണെങ്കിൽ നമ്മളൊരു വാദത്തിന് വേണ്ടി അതെടുത്താൽ CPMലേക്ക് പോലും അദ്ദേഹത്തിന് കടന്ന് നോക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ കോൺഗ്രസ്സിൽ അതിന് ബുദ്ധിമുട്ടില്ല. കാരണം RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഏൽപ്പിച്ച ആളുകൾ അവിടെയുണ്ട്. ഗോൾവാൾക്കറുടെ ഫോട്ടോയിൽ പൂവിട്ട് പൂജിച്ചവരുണ്ട് എന്നൊക്കെ ഇവിടുത്തെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ ഉള്ളപ്പോൾ അവിടെ എന്ത് ബുദ്ധിമുട്ട്? RSSനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെ, BJP അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെ കാണണം? അല്ലല്ലേ, ഞാൻ ഈ പറയുന്ന പോലെ സന്ദീപിനെയോ കോൺഗ്രസിനെയോ അങ്ങനെ എതിർക്കുന്നില്ല. കാരണം കേരള രാഷ്ട്രീയം അങ്ങനെയാണ് ലാൽ. കേരള രാഷ്ട്രീയത്തിൽ 3 മുന്നണികൾ മത്സരിക്കുന്നു. ഈ 3 മുന്നണികളും വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനെയാണ് പാലക്കാട്ട് നേരിടുന്നത്. കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി സാങ്കേതികമായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് BJP അവകാശപ്പെടുന്നത്. നേരത്തെ വളരെ നിസ്സാരമായ വോട്ടിനാണ് കഴിഞ്ഞ തവണ BJP പരാജയപ്പെട്ടത്. അവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. BD സതീശൻ ഈ സീറ്റ് ജയിച്ചാലേ പറ്റുകയുള്ളൂ. CPMനെ ഈ സീറ്റ് പിടിച്ചടക്കുക തന്നെ വേണം. ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളും ഉള്ളത് കൊണ്ട് ആ സീറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. പാലക്കാടിൻ്റെ പ്രത്യേകതയുണ്ട്. പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകത, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത BJPക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ നഷ്ടപ്പെട്ടു. അത് കോൺഗ്രസ് അടിച്ചെടുത്തു. അതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലെ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെന്തിക്കോസ് സഭകളുള്ള പ്രദേശമാണ് കുമ്പനാട്. തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ ഒരു ഗ്രാമപ്രദേശം. ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഗൾഫ് പോക്കറ്റാണ്. അവിടെ ധാരാളം പെന്തിക്കോസ് സഭകളുണ്ട്, വിവിധ പേരുകളിൽ. ഗോസ്പൽ, അങ്ങനെ ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നപ്പം ഒരു വിശദമായിട്ടൊരു പഠനം നടത്തി. അപ്പോൾ CSIയുടെ അന്നത്തെ മധ്യകേരള മഹായിടവക കോട്ടയത്തെ ബിഷപ്പായിരുന്ന തോമസ് സാമുവൽ തിരുമേനി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മുഖ്യധാര സഭകളുടെ ബിഷപ്പുമാർ പുരോഹിതന്മാരൊക്കെ കൂടിയിരുന്നാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആടുമോഷണം എന്നാണ്. ആടുമോഷണം എന്ന് വെച്ചാൽ കുഞ്ഞാടുകളെ മോഷ്ടിച്ചും കൊണ്ട് പെന്തിക്കോസ് സഭകൾ പോകുന്നതാണ് വിഷയം എന്ന്. കുഞ്ഞാടുകൾ എന്ന് വെച്ചാൽ അറിയാവില്ലേ, ക്രിസ്ത്യാനികൾ കുഞ്ഞാടുകൾ, പുരോഹിതനും കുഞ്ഞാടും പണ്ട് ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായ ഒരു സങ്കല്പമാണ്. കുഞ്ഞാടുകളെ മേയ്ക്കാൻ, ആട്ടിൻ പറ്റത്തെ മേയ്ക്കാൻ. അപ്പോൾ ആടുമോഷണം എന്നുള്ള ആ പ്രയോഗം വെച്ചിട്ട് ഞാനത് തുടക്കത്തിൽ തന്നെ എഴുതി. ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ ഞാൻ ഒരു ഗംഭീര ലേഖനം എഴുതിയ വലിയ ചർച്ചാ വിഷയം ആവുകയും ചെയ്തു അക്കാലത്ത്. ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരെ പിടിക്കുന്നതും
നേതാക്കന്മാർ കാലുമാറുന്നതും ഒരു പതിവായിരിക്കുന്നു. ഇതൊരു അസാധാരണ സംഭവമൊന്നുമല്ല. സന്ദീപ് വാര്യർ ഇതുവരെയും അത് ആർ എസ് എസിൽ ജനിച്ച് വളർന്ന് ബി ജെ പിക്കാരനായിട്ട് ഉയർന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിൽ ഖദറുമൊക്കെ കുപ്പായിട്ടുകൊണ്ട് ഖദർ ഷാളൊക്കെ ധരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടത് എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക്, ശ്രീകുമാറൊക്കെ ജന്മഭൂമിയുടെ ആളാണ്, എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കൗതുകമുണ്ടാക്കും, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് അസാധാരണമായിട്ടൊന്നും അസാധാരണത്വം വരുന്നത് ബി ജെ പി ഇതുവരെ സന്ദീപ് വാര്യരെ പുറത്താക്കിയിട്ടില്ല. നമ്മൾ സാധാരണ കാണുന്നത് എന്താണ്? സരിൻ വന്ന് 2 ദിവസത്തെ വാർത്താ സമ്മേളനം നടത്തി, വാർത്താ സമ്മേളനം തീരുന്നതിന് മുൻപ് അദ്ദേഹത്തെ പുറത്താക്കിയ പാർട്ടി. അതാണല്ലോ ഒരു പാർട്ടി ചെയ്യേണ്ടത്. ഇവിടെ അത് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ആർ എസ് എസിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളാണ് ആർ എസ് എസിൻ്റെ ജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. സ്വയം സേവകർ എന്ന വാക്ക് ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഞാൻ കേട്ടില്ല. അനിൽ ബോസിന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതേ ആർ എസ് എസ്സുകാരൻ എന്ന് പറയും, അല്ലാതെ സ്വയം സേവകൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെ, അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റു ചില വാക്കുകളുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞതാണ് സംഘത്തിൻ്റെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ എതിർ പാർട്ടിയിലുള്ളവർ. പക്ഷേ സംഘത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയാണ് ഇന്നും സന്ദീപ് വാര്യർ. ഇവരെയൊക്കെ ഈ രീതിയിൽ പറയുന്ന ആളിന് കോൺഗ്രസിൽ കെ സുധാകരനൊപ്പം, വി ഡി സതീശിനൊപ്പം നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഒരു അസാധാരണത്വമാണ്. അല്ല, ലാൽ ഇച്ചിരി കടന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രാഷ്ട്രീയ ചിന്ത എനിക്കില്ല. കാരണം ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ ഈ പറയുന്ന ലാൽ വിശേഷിപ്പിച്ച സംഘത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക്, ലാൽ വിശേഷിപ്പിച്ച ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്ക് ഇനി സന്ദീപ് വാര്യർക്കൊരു മടങ്ങിപ്പോക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സന്ദീപ് വാര്യരെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചതാണ്. അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴിയുണ്ടായിരുന്നു. വേണമെങ്കിൽ CPM-ൽ ചേരാമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരാമായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് തിരഞ്ഞെടുത്തു. ഒരു പക്ഷേ കോൺഗ്രസ് വല വിരിച്ചു. കോൺഗ്രസ് കൂടുതൽ ശക്തമായിട്ട് നല്ല വല വിരിച്ച് കാണും, നല്ല ഓഫർ കൊടുത്ത് കാണും. കാരണം നേരത്തെ അനിൽ ബോസ് പറഞ്ഞതുപോലെ ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ്. 10 വർഷം 2 ടേം ഭരണം കിട്ടാതിരുന്ന പാർട്ടിയാണ്. എന്നിട്ട് പോലും സന്ദീപ് വാര്യർ അവിടെ പോയല്ലോ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിട്ടല്ല, രാഷ്ട്രീയമായിട്ട് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട്ട് BJP കണ്ണുവെച്ചിരുന്ന ഒരു സീറ്റിൽ BJPക്ക് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയം മുഴുക്കുകയും ചർച്ച ചെയ്യുന്നത്, ഇന്ന് ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ലാൽ അതിൻ്റെ പ്രാധാന്യമാണ് ഞാൻ കാണുന്നത്, അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയാണ് ഞാൻ കാണുന്നത്. BJPക്ക് ശക്തമായ ഒരു ആഘാതമേൽപ്പിക്കാൻ ഇന്ന് പാലക്കാട്ടെ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാന രാഷ്ട്രീയ സംഭവവികാസമായിട്ട് ഞാൻ കാണുന്നു. ബഹുലമായ പാലക്കാട് രാഷ്ട്രീയത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ദിവസം കൈക്കലാക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പ്രധാന കാര്യം. ശ്രീ ജേക്കബ് ജോർജ്, ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ അനിൽ ബോസിലേക്ക് പോകാം. ഓരോ ദിവസവും പാലക്കാട്ട് പുതിയ പുതിയ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നാളത്തേക്ക് നിൽക്കുന്നില്ല. ഇന്ന് സന്ദീപ് വാര്യരാണെങ്കിൽ നാളെ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇനി 3 ദിവസമേ തെരഞ്ഞെടുപ്പുള്ളൂ. ഓരോ ദിവസവും നമുക്ക് ഓരോന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, ഈ കോൺഗ്രസ് ഏതവസ്ഥയിലാണ് പാലക്കാട് നിന്ന് തുടങ്ങിയത് ഇന്ന് വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് താങ്കൾക്കറിയാം. BJPയും അവിടെ വല്ലാത്ത അവസ്ഥയിലാണ്. LDFന് എവിടേക്ക് എത്തി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ പഴയ അവസ്ഥയല്ല, അവർ വലിയ ഒരു പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇന്ന് സന്ദീപ് വാര്യർ അവിടെ എത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഈ ശ്രീധരൻ വഴി കിട്ടിയ BJPയുടെ വോട്ടുകൾ ഇപ്പോൾ BJPയിൽ നിന്ന് രാഹുലിന് അനുകൂലമായി മാറും എന്നൊക്കെ പറയാനുള്ള സമയമായിട്ടുണ്ടോ? അവിടെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകളല്ലേ ഇപ്പോഴും കാത്തു നിൽക്കുന്നത്? ആ ഒരു കണക്കുകൂട്ടലിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. കാരണം ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കണക്ക് പാലക്കാട് സംബന്ധിച്ച് ഇതാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങ് തെക്ക് നിന്ന് പാലക്കാട്ട് എത്തിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട്. ഞാനൊരു ഉദാഹരണം പറയുന്നത് KC ജോസഫിനെയാണ്. കോൺഗ്രസ് നേതാവ് KC ജോസഫ് 1982 ഇതുപോലെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് മലബാറിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പോയി അവതരിച്ചതാണ്. പിന്നീട് ഇരിക്കൂറിൽ നിന്ന് അദ്ദേഹം തിരിച്ച് നമ്മുടെ മധുരിതാംകൂറിലേക്ക്, കോട്ടയത്തേക്ക്, തിരുവനന്തപുരത്തേക്കൊക്കെ വരാൻ എത്ര കൊല്ലം എടുത്തെന്നറിയാമോ? ഇരിക്കൂറുകാർക്കാർക്കും ആ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കാർക്കും ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല, അവസരം കൊടുത്തില്ല KC ജോസഫ്. ഇത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കും അറിയാം. അതാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം അവിടെ നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ മറികടക്കാൻ കോൺഗ്രസിന് സന്ദീപ് വാര്യർ വേണ്ടി വരുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാവട്ടെ, അതൊരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വരാം, ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ വരാം. അടുത്ത അനിൽ ബോസ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ഒരു തീരുമാനത്തിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകളുണ്ട്. അതിനെ മറികടക്കാൻ സന്ദീപ് വാര്യരെ കൊണ്ട് VD സതീശനോ K സുധാകരനോ എന്തെങ്കിലും ഒരു മതിൽ കെട്ടി മുന്നോട്ടാക്കാൻ കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇന്നും K മുരളീധരൻ പറഞ്ഞത് എന്താണ്? K മുരളീധരൻ പറഞ്ഞത് ആർക്കെതിരെയുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത് കോൺഗ്രസിനെ രക്ഷിക്കുമോ പാലക്കാട്ട്? ലാലെ, ഈ ചർച്ചയിൽ നിന്ന് ഡയമെൻഷൻ മാറ്റി വേറൊരു കാര്യം ഞാൻ പറയാം. സന്ദീപ് വാര്യർ ഇന്ന് ആണ് കോൺഗ്രസിൽ ചേരുന്നത്. ഇതിനു മുമ്പ് പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, 5 അക്കത്തിന് മുകളിൽ 5 അക്കത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത് 2 ദിവസം മുമ്പ്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കൂട്ടിയും കുറച്ചും പറയുന്നുണ്ടല്ലോ, നിങ്ങളവിടെ ശക്തമായ പോരാട്ടമാണ്. ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഈ കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, 30,000 വോട്ട് തയ്ക്കാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ അനുവദിക്കില്ല. ജേക്കബ് ജോർജ് സാറെ ഇത് നോട്ട് ചെയ്ത് വെച്ചു. 30,000 വോട്ട് തികയ്ക്കാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് അവിടെ കഴിയില്ല. പോളിംഗ് ശതമാനം വല്ലാതെ കുറയുമെന്നാണോ താങ്കൾ പറയുന്നത്? 5 അക്കം എന്ന് പറഞ്ഞാൽ മിനിമം 10,000. ഞാൻ പറയട്ടെ ലാലെ, ഇതെല്ലാം ഞാൻ കേട്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഈ വളച്ചു കെട്ടി അവിടെ ഇടതുപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എക്സ്ട്രീമായി പറയുക, 30,000 വോട്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിയില്ല പാലക്കാട്ട്. താങ്കൾ പറഞ്ഞോളൂ. നമ്പർ 1. നമ്പർ 2, 10,000-ന് മുകളിൽ വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചിരിക്കും. മനസ്സിലായല്ലോ? BJP അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് പിടിക്കില്ല. ഞാൻ പറയുന്നു ഈ ചർച്ചയിൽ ഉത്തരവാദിത്തപൂർവ്വം. 23-ാം തീയതി നിങ്ങൾ വിളിച്ചോ, നമുക്കിരിക്കാം. ഇത്രയും കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ കോൺഫിഡൻസ് അതുകൊണ്ട് നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാൽ, നിങ്ങൾ എന്തെല്ലാം തട്ടിത്തുള്ളിയാലും തോൽവി, ഇത് കേൾക്കൂ, ഒരു സെക്കൻഡ് ദയവായി ഡോക്ടർ ലാൽ കേൾക്കൂ. വളരെ ക്ലിയറായിട്ട് പറയുന്നു. 2 ദിവസമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അവിടുത്തെ ഇരട്ടി വോട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അത് CPM-ഉം BJP-യും ഒരുപോലെ നടത്തുന്നു. 2 കൂട്ടർക്കും വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടം അവിടെ പാലക്കാട് MLA ആയി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ജയിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപ്രഭാവമോ ഷാഫി പറമ്പിലിൻ്റെ വ്യക്തിപ്രഭാവമോ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കളുടെ വ്യക്തിപ്രഭാവമോ അല്ല, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും അതിലൊക്കെ ഉപരിയായി അവകാശവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് വരാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്കിന്ന് വേണ്ടത്. മുരളീധരൻ ഇതൊന്നും അറിയുന്നില്ലേ? അല്ല, ഞാൻ പറയുകയാണ്, നിങ്ങൾ എത്ര വളച്ചു കെട്ടിയാലും നിങ്ങൾ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ജയിക്കുമെന്നാണല്ലോ. ആ ഇടതുപക്ഷ മുന്നണിക്ക് 30,000 വോട്ട് ചലഞ്ച് ചെയ്യാണ്. BJP-ക്ക് പഴയ പ്രതാപം. ഞാൻ അവിടുത്തെ അവസ്ഥ വളരെ കൃത്യമായി പറയുകയാണ്. കോൺഗ്രസിന് നിങ്ങൾക്ക് തർക്കമില്ലാത്ത ഒരു കാര്യമുണ്ട്. സരിൻ വന്നപ്പോ നിങ്ങൾ ഇതൊക്കെ ഒരു സെക്കൻഡ് അല്ല, ഞാൻ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് തർക്കമില്ലാത്ത ഒറ്റ കാര്യമുള്ളൂ പാലക്കാട്ട്. ഒരു കാര്യത്തിൽ മാത്രം അവിടെ തർക്കമില്ല, 3-ാം സ്ഥാനം നിങ്ങൾക്കാണ്. അതിനകത്തൊരു തർക്കവുമില്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇന്നലെ വരെ കോൺഗ്രസിനെ എതിർത്തിരുന്ന ആ വ്യക്തി, ഇന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, പലരും അദ്ദേഹം RSSനെ തള്ളി പറഞ്ഞില്ല, BJP തള്ളി പറഞ്ഞില്ല, അവരുടെ ആരെയും തള്ളി പറഞ്ഞില്ല. അദ്ദേഹം സംഘം എന്ന് പറയുന്നു, സ്വയം സേവകൻ എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനല്ല.
അദ്ദേഹം ഇന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ UDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെത്തി വളരെ കൃത്യമായ ബോധ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ താൻ ഉയർത്തിപ്പിടിച്ച മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ സോൾഡിയറാണ്, പടയാളിയാണ് എന്നുകൂടി പ്രഖ്യാപിക്കേണ്ടത്. എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞാണ്. എന്നൊരാൾ പറയുമ്പോൾ ഇന്നലെ വരെ ചെയ്ത മുഴുവൻ പാപം അത് തീർന്നു. ഞാൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞെന്നേ അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ചെയ്ത മുഴുവൻ പാപങ്ങളും ഈ 2 വരികളിലൂടെ കളഞ്ഞു. ശരി, ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം ഞാൻ പൂർണ്ണമായി തള്ളി ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഇന്നലെ വരെ എല്ലാ പാപവും അദ്ദേഹം കഴുകി കളഞ്ഞിരിക്കുകയാണ്. VD സതീശന്റെ മുന്നിൽ വന്നതെന്ന് ഇങ്ങനെ പറഞ്ഞതോടുകൂടി കഴിഞ്ഞോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഉപയോഗിച്ച പദം രണ്ടും രണ്ടാണ്. വെച്ചാൽ അനിൽ ബോസ് പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ വരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്നലെ വരെ നിന്നിരുന്ന ആശയം ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെ, ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയം ഉപേക്ഷിച്ചാണ് വരുന്നത്. പക്ഷേ ആ ആശയത്തെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. രണ്ട് രണ്ടാണ്. പ്രത്യയശാസ്ത്രം ഒരു മിനിറ്റ് എനിക്കറിയാം, നമ്മളുമായി സൗഹൃദം ഉണ്ടല്ലോ. നമ്മൾ ആശയം എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ വരെ ഞാൻ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നത്. ചെകുത്താനിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ ഞാൻ നല്ല സന്തോഷവും സ്വാതന്ത്ര്യവും സ്നേഹവും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിന് താല്പര്യമുള്ള ഒരു കാര്യത്തെ വേദനയോടുകൂടി ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞിട്ടില്ല, വെറുത്തിട്ടില്ല. ലാൽകുമാർ, ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോത്തുമില്ല. ഞാൻ ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായതാണ്. ഒരാള് അപ്പുറത്ത് നിന്ന് ഈ പറയുന്ന BJP RSS ആശയത്തെ ഉപേക്ഷിച്ചു വരുന്നതും ആ ആശയത്തെ തള്ളിപ്പറയുന്നതും രണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങൾ കേൾക്കട്ടെ. അപ്പുറത്ത് ഈ പറയുന്ന തള്ളിപ്പറയുമ്പോൾ ഒരു പ്രത്യേകത എന്നറിയോ? ഞാൻ ഇന്നലെ വരെ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ വിഴുങ്ങേണ്ട വരും. ഈ പറയുന്ന ടയറിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞത്, ജമ്മു കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത്, ഈ പറയുന്ന ഓരോ കാര്യങ്ങളിനെ കുറിച്ചും നിങ്ങൾ ഈ പറഞ്ഞ വർഗീയത, മലപ്പുറത്തെ വെച്ച് പറഞ്ഞ വർഗീയതയെ കുറിച്ച് ഇതെല്ലാം നിങ്ങൾ വിഴുങ്ങേണ്ട വരും. നിങ്ങൾ അതിനെയെല്ലാം എതിർക്കേണ്ട വരും. അത് ഉപേക്ഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ എന്താ? അത് മറ്റൊരു കാര്യമാണ്. ഞാൻ ഇന്ന് CPM ഉപേക്ഷിച്ച് ഞാൻ കോൺഗ്രസ് ചേർന്നു. CPM എന്നുള്ള ആശയത്തെ ഉപേക്ഷിച്ച് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ എന്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് ഇടയ്ക്കിറന്ന് എനിക്ക് ലാൽകുമാർ പറയൂ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം ഒരു മിനിറ്റ് ചോദിച്ചതാണ്, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് എന്റെ പോയിന്റ് കഴിഞ്ഞു. അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. അപ്പോഴും ഈ പറയുന്ന രീതിയിൽ ലാൽകുമാർ ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് അനിൽ ബോസ് പറഞ്ഞതിനെയാണല്ലോ. അനിൽ ബോസ് ഇപ്പോഴും പറയുന്നത് ഈ അർത്ഥത്തിൽ എല്ലാം തള്ളിക്കൊണ്ട് സന്ദീപ് വാര്യർ പൂർണ്ണമായി കോൺഗ്രസ്സുകാരനായി മാറി എന്നാണ്. അതെങ്ങനെയാണ് അംഗീകരിക്കാനാവുക? അതിനുള്ള മറുപടി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ CPM-ന് ഗോവിന്ദ മാസ്റ്ററിലേക്ക് പോകണ്ട. മുരളീധരൻ പറഞ്ഞ മറുപടി എന്താണ്? അദ്ദേഹം സ്നേഹത്തിന്റെ കടയിൽ തന്നെ നിന്നാ മതി, പിന്നീട് അങ്ങോട്ട് പോകാതിരുന്നാ മതി എന്ന് പറയുന്ന ഒരാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ മകനാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ നല്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമെന്നാണോ കരുതുന്നത്? ഞാനത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം. ഒരു രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞു വരുന്നതും നിങ്ങൾ അത് ഉപേക്ഷിച്ച് വരുന്നതും രണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ രാഷ്ട്രീയ ബോധ്യം. അത് നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞ, മലപ്പുറത്തിനെതിരെ പറഞ്ഞ, ആന വിഷയത്തിൽ പറഞ്ഞ, ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ, കാശ്മീർ വിഷയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ, കാശ്മീരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ടയറിട്ട് കുറച്ചുപേരെ കത്തിച്ച് 10,000-3000 പേരുടെ ജീവൻ പോകുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ മിണ്ടാതിരുന്നോളം എന്ന് പറഞ്ഞ് അത് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുന്നതും അല്ല. ഞാൻ അതിനെ തള്ളിപ്പറയുന്നു
അത് ചെയ്തത് ഞാൻ തെറ്റായിപ്പോയി എന്ന് പറയുന്നതും അതല്ല യഥാർത്ഥത്തിൽ പ്രിവെയിൽ ചെയ്യേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന് ഇപ്പൊ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതിനകത്ത് ഉത്തരവാദിത്വം കോൺഗ്രസിന് എടുക്കാൻ പറ്റില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം നേരത്തെ ഈ പറഞ്ഞ വൃത്തികേടുകൾക്ക് കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലാതെ BJP ചെയ്യേണ്ട കാര്യമായിരുന്നു. ഞാൻ സരിന്റെ കാര്യത്തിൽ എന്താണോ കോൺഗ്രസ്സുകാർ ചെയ്യണമെന്ന് പറഞ്ഞത്, അത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ BJP ചെയ്യേണ്ടിയിരുന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് കോൺഗ്രസിന് ആവശ്യപ്പെടാം, KPCC പ്രസിഡന്റിന് ആവശ്യപ്പെടാം, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കണമെങ്കിൽ, ഈ പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങൾക്ക് നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തണം. അത് പറയുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മര്യാദ. എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷൻ മിനിമം ആ കാര്യമെങ്കിലും ആവശ്യപ്പെടാത്തത്? മറ്റു ജനങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അതുണ്ട്. മഹാത്മാഗാന്ധിയെ വെറുതെ ഒന്ന് വെടിവെച്ച് കൊന്നു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച ആളാണ്. മഹാത്മാഗാന്ധിയുടെ പടത്തിലൊന്ന് മാല അണിയിച്ചിട്ട് വേണമായിരുന്നു ഇന്ന് കോൺഗ്രസിൽ അദ്ദേഹം കാലുവെക്കാൻ എന്ന് പറയുന്ന ആളുകളാണ് ഫേസ്ബുക്കിലുള്ളത്. പി ശ്രീകുമാർ, ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ അവിടെയുള്ള പടലപ്പിണക്കം മൂലമാണ് വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രനെയൊക്കെ 2 വാചകമൊക്കെ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSSനെ അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ പറ്റില്ല. നമുക്കറിയാം RSSനും അങ്ങനെയുള്ള ബന്ധമായിരിക്കും അവരുടെ സംഘപരിവാർ അംഗങ്ങളോടൊക്കെ ഉണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ആ ബന്ധം തുടരും എന്ന് തന്നെ കാണണോ കോൺഗ്രസിനകത്താണെങ്കിലും സന്ദീപും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം? അല്ല, സന്ദീപ് RSനെ തള്ളിപ്പറയുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഉദാഹരണം പറയാം. ശങ്കർ സിംഗ് വഗാല എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു, അറിയാം, ഗുജറാത്തിലെ അവസാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. അല്ലെങ്കിൽ 25 വർഷമായിട്ട് കോൺഗ്രസ് അവിടെ ഭരിക്കുന്നില്ല. അവസാനം കോൺഗ്രസിൽ നിന്നും BJP അധികാരം ഏൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു ശങ്കർ സിംഗ് വഗേല. തനി RSSകാരൻ. RSSിലൂടെ പ്രവർത്തനത്തിൽ വന്ന് ജനസംഘത്തിലൂടെ BJPയിലൂടെ അവസാനം ഇതുപോലെ സ്ഥാനം കിട്ടില്ല, മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും മറുകണ്ഠം ചാടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ഒരു ചെറിയ ടേം മുഖ്യമന്ത്രിയായി. പിന്നീട് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ആളാണ് ശങ്കർ സിംഗ് വഗേല. നരേന്ദ്രമോദിയെ വളരെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹവും നരേന്ദ്രമോദിയും കൂടെ പിന്നീട് ഒരു RSന്റെ പരിപാടിയിൽ ഒന്നിച്ച് നിൽക്കുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് RSനെ തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി മത്സരിക്കാൻ. കോൺഗ്രസ്സിലോ CPMലോ BJPയിലോ ഒക്കെ മത്സരിക്കുക RSകാർക്ക്. അതിനൊന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും RSകാർക്ക് RSനെ തള്ളി പറയാതെ തന്നെ മത്സരിക്കാം, അല്ല പങ്കെടുക്കാം, പ്രവർത്തിക്കാം. അതെന്തിനാ കുഴപ്പം? അല്ല, അതായത് സന്ദീപ് വാര്യർ ഇത്രയും ദിവസം, ഇന്നലെ വരെയും നമുക്കറിയാം, ഇപ്പോഴും അദ്ദേഹം സംഘപരിവാറുമായിട്ടുള്ള അതിലുള്ള സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ജയകുമാർ ആയിട്ടുള്ള സൗഹൃദമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, ശങ്കർ സിംഗ് വഗേലയുടെ അത്രയും സ്റ്റാറ്റസ് ഉള്ള നേതാവല്ലല്ലോ സന്ദീപ് വാര്യർ. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നയാൾ, കോൺഗ്രസിൻ്റെ അവിടുത്തെ അധ്യക്ഷനായിരുന്നയാൾ. അദ്ദേഹം RSനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഏറ്റതും മുഖ്യമന്ത്രി ആയതും. ആ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം RSന്റെ അവിടെ വലിയൊരു സമ്മേളനത്തിൽ ഈ ശങ്കർ സിംഗ് വഗേലയും അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് നമ്മളൊക്കെ വ്യാഖ്യാനിക്കുന്ന നരേന്ദ്രമോദി ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അടുക്കൽ അനിൽബോസ്, അതൊരു സാധാരണ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഇവിടെയും തുടരാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ എളുപ്പമാണ് ഈ കാര്യങ്ങൾ. മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാനാവുക? ഇന്ന് കുഞ്ഞാലിക്കുട്ടി അംഗീകരിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ വരവിനെ. പക്ഷേ ഇത് നാളെ മുതൽ അങ്ങോട്ട് ഇത് വലിയ ചോദ്യമല്ലേ? ലാലെ, ഈ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ തമ്മിൽ ഇവിടെ തർക്കവും വഴക്കവും ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ വന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ലാല് ഞാനിവിടെ കലഹിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ലാല് പറഞ്ഞ 2 കാര്യങ്ങൾ, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ആ പ്രത്യയശാസ്ത്രത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നു, അദ്ദേഹം പൂർണ്ണമായി ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രത്തെ തള്ളി പറഞ്ഞു. 2, അദ്ദേഹം എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹം ചാനൽ ചർച്ചകളിൽ എടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ ഞാൻ നിൽക്കുന്ന പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ്. ആ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് പാർട്ടിയിൽ നിൽക്കുമ്പോൾ, പാർട്ടി പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായം അല്ലാതെ പിന്നെ അയാളുടെ അഭിപ്രായം പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ ചർച്ച വന്ന് പങ്കെടുക്കുന്നത് എൻ്റെ അഭിപ്രായമാണോ? ഞാനാണ് പറയുന്നതെങ്കിലും ഞാനൊരു ടൂൾ മാത്രമാണ്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ ഓരോ പാർട്ടിയുടെയും പ്രതിനിധികൾ വന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. അദ്ദേഹം അന്ന് ആ പാർട്ടിയുടെ പദവിയിൽ ഇരുന്നപ്പോൾ എടുത്തിട്ടുള്ള നിലപാടുകൾ ആ പാർട്ടി വിട്ടതോടുകൂടി കഴിഞ്ഞു. അതിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. ആ പാർട്ടിയെ തന്നെ ചെകുത്താൻ കോട്ടയാണെന്ന് പറഞ്ഞുകൊണ്ടും ആ പ്രത്യയശാസ്ത്രം തള്ളി പറഞ്ഞുകൊണ്ടും വന്നാൽ അതിനെ അംഗീകരിക്കും. രാഹുൽ ഗാന്ധിയായിട്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകും. പക്ഷേ അതിന് RSSന്റെ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാനാവില്ല. പക്ഷേ സന്ദീപ് വാര്യർ അത് പറയുമ്പോൾ, ശങ്കർ സിംഗ് വഗേല അത് പറയുമ്പോൾ അവിടെ RSS പിന്നിലുണ്ട് എന്ന് കാണണം എന്നാണ് ശ്രീകുമാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.
അല്ല, ഞാൻ പറയട്ടെ എന്ന്, നിങ്ങളൊന്ന് അസ്വസ്ഥമാകാതിരിക്കൂ. നിങ്ങളുടെ ചെകിട്ട തടി കിട്ടിയതിൻ്റെ ഷോക്ക് എത്രയാണെന്ന് നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കും. നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല, പൊടി പറ്റി എഴുന്നേറ്റ് പോകൂ. അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലപാടുകളാണ് ചാനലിൽ പറഞ്ഞത്. ആ നിലപാടുകളെ അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, പ്രത്യയശാസ്ത്രത്തെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ തുടക്കം തൊട്ട് ഈ ചർച്ചയിൽ പറഞ്ഞു ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഞാനടക്കം ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹവുമായി തർക്കിക്കുകയും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിറ്റിയുള്ളൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വേറെ ആരുടെയല്ല, ഒരു മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾക്ക് കേൾക്കാം. ഈ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച ഒരാൾ. ഞാൻ പറഞ്ഞതല്ല. അയ്യപ്പദാസിന്റെ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞതിനെ ഞാൻ എടുത്ത് അതേ ഭാഗം എടുത്ത് സ്വരാജിനെ തെറ്റാണ്. ഞാൻ കണ്ട ചർച്ചയാണ് ഇത്. അതൊന്നും അല്ല. മനസ്സിലായല്ലോ. ഗാന്ധിജിയെ വെടിവെച്ചു വാഴക്കനും സന്ദീപ് വാര്യരും കൂടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ അത് താങ്കൾ പറഞ്ഞ ചാനലിലല്ല, താങ്കൾ പറഞ്ഞ ചാനലിലല്ല, മറ്റൊരു ചാനലിലാണ്. അവിടെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു, ഒപ്പം ജോസഫ് വാഴക്കൻ ഉണ്ടായിരുന്നു. അവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതാണ് കൃത്യമായി ഞാൻ കേട്ടതാണ്. ബാക്കി ഭാഗം കൂടെ കേൾക്കൂ. നിങ്ങൾ കേൾക്കണ്ട, നിങ്ങളിപ്പോ കേട്ടോ. അയ്യപ്പദാസ് പറയുന്നത് സന്ദീപ് വാര്യരെ കേൾക്കണ്ട, അയ്യപ്പദാസിനെ കേൾക്കും. അവിടെയും പറഞ്ഞു കാണും. അപ്പൊ സ്ഥിരമായി സന്ദീപ് വാര്യർ ഇത് കേൾക്കൂ. ഒരു സെക്കൻഡ് നിങ്ങൾ കേൾക്കൂ. സന്ദീപ് വാര്യർ സ്ഥിരമായി ഈ പരിപാടി പറയുന്നു. ഒരു സെക്കൻഡ് കേൾക്കൂ. നിങ്ങൾ അയ്യപ്പദാസ് പറയുന്ന കേൾക്കുന്നേ. ഇപ്പോഴെങ്കിലും അയ്യപ്പദാസ് ഒന്നും മനോരമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അല്ലല്ല, ഞാനിനിയിപ്പോ മറ്റൊരു ചാനലിലെ ആങ്കറുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും തർക്കിക്കാനില്ല. മറ്റൊരു ചാനലിലെ ആങ്കറുടെ രാഷ്ട്രീയത്തെ കുറിച്ച് തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് ആ വേലയും കൈ ഇരുന്നാൽ മതി. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ സന്ദീപ് വാര്യരെ കുറിച്ചാണ് പറഞ്ഞത്. സന്ദീപ് വാര്യർ ഈ കാര്യം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അത് മറ്റൊരു ചാനലിലാണ്. അദ്ദേഹം വേറെ അല്ല. നാളെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. കോൺഗ്രസ് ഒരു കാര്യം ചെയ്താൽ മതി. മഹാത്മാഗാന്ധിയുടെ പടം കൊണ്ട് വെച്ചിട്ട് സന്ദീപ് വാര്യരെ കൊണ്ട് അതിൽ പരിഹാരം കണ്ടാൽ മതി. പരിഹാരം കണ്ടാൽ മതി. രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധി. സന്ദീപ് വാര്യരെ ഒന്ന് പോയിട്ട് ശരി ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് അവസാനത്തെ 1 മിനിറ്റ് ഞാൻ താങ്കളിലേക്ക്, 1 മിനിറ്റ് പോലും ഇല്ല, 30 സെക്കൻഡാണ്. ഇതാണ് അവസ്ഥ. ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചർച്ചയുടെ അവസാനം താങ്കൾ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാലും ഇല്ലെങ്കിലും ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട്ട് സന്ദീപ് വാര്യർ വരുമ്പോൾ അവശേഷിക്കുന്ന ചോദ്യം BJPയെ തള്ളിപ്പറഞ്ഞോ? RSSുമായി ബന്ധം തുടരുന്നുണ്ടോ? മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഡോക്ടർ, നാളെ ഒരുപാട് പേര് വരുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് എനിക്കറിയാം സന്ദീപ് വാര്യരുടേത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അനിൽ ബോസെ അത് നിർത്തിക്കേ. അനിൽ ബോസെ, ഇത് എന്നോടാണ് ചോദ്യം. അനിൽ ബോസെ നിർത്തിക്കേ, ഇത് എന്നോടാണ് ചോദ്യം. സന്ദീപ് വാര്യർക്ക് ഇത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇനി RSSനെയും BJPയെയും ഹൈന്ദവ രാഷ്ട്രീയത്തെയും തള്ളിപ്പറയാതെ സന്ദീപ് വാര്യർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം അതുകൊണ്ട് വ്യക്തമാക്കുക. രാഷ്ട്രീയം തന്നെയാണ്. ഞാനതിനെ വെല്ലുവിളിക്കുന്നില്ലെന്നേ, ഞാനതിനെ പറഞ്ഞ ആ കാര്യം തന്നെയാണ്. ഇത് സന്ദീപ് വാര്യരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ ഇത് കോൺഗ്രസിന്റെ 3-4 ദിവസത്തേക്കുള്ള നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണത്. അത് സന്ദീപ് വാര്യരെ വെച്ച് മുന്നോട്ട് പോകാൻ, ഈ 3 ദിവസവും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനാകുമോ? ഈ രാത്രിയിൽ തന്നെ പൊളിയുന്നുണ്ടോ? BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപിനെ വരവേറ്റ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം എന്തെന്ന് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുമോ? വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, N. ലാൽകുമാർ, P. ശ്രീകുമാർ, ഒപ്പം ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.